ലോകമെങ്ങും ഇപ്പോൾ AI തരംഗമാണല്ലോ. എന്തിനും ഏതിനും AI ആണ്. അപ്പോൾ പിന്നെ ഭരണത്തിൽ നിന്ന് മാത്രം എന്തിന് AIയെ മാറ്റി നിർത്തണം? ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ AI മന്ത്രിയെ നിയമിച്ചിരിക്കുകയാണ് ഒരു രാജ്യം. അൽബേനിയയാണ് നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിയെ നിയമിച്ചിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖല കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു മന്ത്രിയെയാണ് നിയമിച്ചതെന്ന് കരുതിയെങ്കിൽ തെറ്റി. ഇത് ആ മന്ത്രിയല്ല, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച വിർച്വൽ മന്ത്രിയാണ്. ഡിയേല എന്നാണ് പേരിട്ടിരിക്കുന്നത്. മന്ത്രി അധികാരമേറ്റു കഴിഞ്ഞു. വെറുതെ പ്രദർശനത്തിന് വേണ്ടിയല്ല ഈ ഉദ്യമം. അൽബേനിയ ഭരണകൂടം കാര്യമായി തന്നെയാണ്. രാജ്യത്തെ പൊതുഭരണകാര്യങ്ങളും പൊതുചെലവുകളും നിരീക്ഷിക്കാനും അഴിമതി തുടച്ചു നീക്കാനും ലക്ഷ്യമിട്ടാണ് ഈ നീക്കം. സെപ്റ്റംബർ 11 ടിറാനയിൽ നടന്ന സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ അസംബ്ലി ചടങ്ങിലാണ് AI മന്ത്രിയെ അവതരിപ്പിച്ചത്. രാജ്യത്ത് ഒരിക്കലും ഒരു ഡിജിറ്റൽ മന്ത്രിയോ AI പ്രധാനമന്ത്രിയോ ഉണ്ടാകുമെന്ന് അൽബേനിയ പ്രധാനമന്ത്രി എഡി റാമ കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നുവെങ്കിലും ആരും അത് അത്ര കാര്യമാക്കിയിരുന്നില്ല. അത് ഇത്ര വേഗം യാഥാർത്ഥ്യമാവുമെന്ന് അൽബേനിയക്കാരും കരുതിയിരുന്നില്ല. അൽബേനിയ മന്ത്രിസഭയിലെ മനുഷ്യനില്ലാത്ത ഏക അംഗമാണ് ഇപ്പോൾ ഡിയേല. ഒരു സുപ്രഭാതത്തിൽ ഡിയേല മന്ത്രിക്കസേരയിൽ കയറി ഇരുന്നു എന്ന് ധരിക്കരുത്. കഴിഞ്ഞ കുറച്ചു കാലമായി സർക്കാരിൻ്റെ ഡിജിറ്റൽ പോർട്ടലുകൾ വഴി പൊതുജനങ്ങൾക്ക് വിവിധ സേവനങ്ങൾ നൽകി വരുന്ന പൊതുപ്രവർത്തനത്തിൽ സജീവമായിരുന്നയാളാണ് ഡിയേല. വോയിസ് കമാൻഡിലൂടെ ഔദ്യോഗിക സേവനങ്ങൾ ലഭ്യമാക്കാൻ ജനങ്ങൾക്ക് ഡിയേല സഹായം നൽകിയിരുന്നു. മന്ത്രി എന്ന നിലയിൽ സുപ്രധാന ചുമതലകളാണ് സർക്കാർ ഡിയേലയ്ക്ക് നൽകിയിരിക്കുന്നത്. സർക്കാർ സ്വകാര്യ കമ്പനികൾക്ക് നൽകുന്ന എല്ലാ ടെൻഡറുകളും ചെലവുകളും കമ്പനികളുടെ യോഗ്യതയും ഇനി ഡിയേല പരിശോധിക്കും. ടെൻഡറുകൾക്കായി ലോകത്തെവിടെ നിന്നും യോഗ്യരായ ആളുകളെ കണ്ടെത്താനും ഡിയേലയ്ക്ക് അധികാരമുണ്ട്. ടെൻഡറുകൾ നൽകുന്നതിൽ മനുഷ്യരായ മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്ന മുൻവിധികളും താൽപ്പര്യങ്ങളും ഒഴിവാക്കാൻ ഇതുവഴി സാധിക്കും. മാത്രവുമല്ല, ഈ മന്ത്രിക്ക് ശമ്പളം വേണ്ട, പോലീസിൻ്റെയോ പട്ടാളത്തിൻ്റെയോ അകമ്പടിയോ ആവശ്യമില്ല. ഏൽപ്പിച്ച ജോലി കൃത്യമായി ചെയ്യും, കൈക്കൂലി വാങ്ങുമെന്ന ഭയവും വേണ്ട. ഏതായാലും അധികം വൈകാതെ ഈ മന്ത്രി നമ്മുടെ രാജ്യത്തും വരുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം. NTV UAE to the world.